HSI നോട്ടിഫിക്കേഷൻ വന്നു. ഇനി എങ്ങനെയാണ് പഠനം പ്ലാൻ ചെയ്തിരിക്കുന്നത്? കൺസിസ്റ്റൻസി, റിവിഷൻ ഇവയൊപ്പം ഉണ്ടാവണം HSIയിൽ ത്രൂ ഔട്ട്. നമുക്ക് ഒരുമിച്ച് പഠിക്കാം CCയോടൊപ്പം. ഹായ് എവരിവൺ, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. നമ്മൾ HSI ഫിസിക്കൽ സയൻസ് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് വളരെ നല്ലൊരു തുടക്കമാണ് നമ്മുടെ പുതുവർഷം. എന്താണ്, നമ്മൾ 8 വർഷമായി കാത്തിരുന്ന HSI ഫിസിക്കൽ സയൻസിന്റെ നോട്ടിഫിക്കേഷൻ എത്തിയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ എല്ലാ വർഷവും അല്ലേ ജനുവരി ആകുമ്പോൾ നമുക്കൊരു നല്ല ഒരു കാര്യം ചെയ്തുകൊണ്ട് തുടങ്ങാനൊക്കെ നമ്മൾ ആഗ്രഹിക്കും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അതിങ്ങനെ ഒരു കണ്ടിന്യൂഷൻ ഒക്കെ നഷ്ടപ്പെട്ടു പോകും. പക്ഷെ ഇവിടെ നമ്മൾ ജനുവരി 1 തൊട്ട് തന്നെ ഏറ്റവും നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങുകയാണ് HSI ഫിസിക്കൽ സയൻസ്. അതുപോലെ നമ്മുടെ കലണ്ടറും എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അത് എപ്പോഴാണ് ശ്രദ്ധിച്ചായിരുന്നോ? ഒരു ഓഗസ്റ്റ് ഒക്ടോബറിലൊക്കെ നമ്മുടെ എക്സാം നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ നമുക്ക് പറ്റിയൊരു ടൈം പീരീഡ് ആണല്ലേ. ഒരുപാട് ദൂരേക്ക് പോയാലും നമുക്കൊരു സങ്കടമാണ്, അല്ലെങ്കിൽ 6 മാസത്തിൻ്റെ ഉള്ളിലാവുമ്പോഴും നമുക്ക് അയ്യോ പഠിച്ചു തീരുമോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷനാണ്. അപ്പം നമുക്ക് പഠിക്കാനുള്ള സമയമുണ്ട്. നമ്മൾ കുറേ ആയിട്ട് ഇതിനു വേണ്ടി കാത്തിരുന്നതുകൊണ്ട് കുറേയൊക്കെ നമ്മൾ ആ ഒരു ട്രാക്കിലായിട്ടുണ്ടാവും അല്ലേ. പിന്നെ ആ ഒരു മടിയൊക്കെ മാറ്റി നമുക്ക് വളരെ ഉന്മേഷത്തോടു കൂടി തന്നെ പഠിച്ചു തുടങ്ങാം. അപ്പോൾ HSI ഫിസിക്കൽ സയൻസിന് വേണ്ടി പഠിക്കുമ്പോൾ നമ്മൾ PSC പഠിക്കുന്ന സമയത്ത് എല്ലാവരും കുറേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അങ്ങനെ ഫോക്കസ് ചെയ്ത് പറയുമെങ്കിലും നമ്മൾ HSI ഫിസിക്കൽ സയൻസിന് വേണ്ടി പഠിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രീവിയസ് ഇയറിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്റ്റക്ക് ചെയ്ത് നിൽക്കാതെ നമ്മൾ കുറച്ചും കൂടെ ഒരു ഹയർ ലെവലിലേക്ക് തിങ്ക് ചെയ്യണം. കാരണം നമുക്കറിയാം PSCയുടെ എക്സാം ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നത് 2016, എക്സാം ഒക്കെ നടന്ന് 2017-18 അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻ പാറ്റേണും അതിൻ്റെ ഒരു ലെവലൊക്കെ മാറി എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ലെവലിലേക്ക് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് വരേണ്ടതുണ്ട്. പക്ഷേ നമ്മുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ ഇതിനു മുമ്പുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് ഏതൊരു ലെവലിൽ പഠിക്കണം എന്ന് മനസ്സിലാക്കാൻ. അപ്പോൾ പുതിയൊരു പാറ്റേണിലെ ക്വസ്റ്റ്യൻസും കൂടെ നമുക്ക് നോക്കി നമുക്ക് പോകാം. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് എങ്ങനെ പഠിക്കണം എന്നൊരു കൺഫ്യൂഷൻ മാറ്റാനായിട്ട് ഏതൊക്കെ ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി തരാനായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് പഠിച്ചു തുടങ്ങാം. അപ്പം നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? കണ്ടിട്ടുണ്ടോ? ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഇത് നമ്മുടെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണ്. ലാസ്റ്റ് നടന്ന HSI ഫിസിക്കൽ സയൻസിലെ ക്വസ്റ്റ്യൻ ആണ്. അപ്പം നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ ഇവിടെ എന്താണ്? 50 വോൾട്ട് പൊട്ടൻഷ്യൽ വ്യത്യാസത്തിൽ കൂടി കടന്നു പോകുന്ന ഇലക്ട്രോണിന്റെ ഡി ബ്രോഗ്ലി തരംഗദൈർഘ്യം കാണാനായിട്ടാണ് ക്വസ്റ്റ്യൻ. അപ്പം നമ്മൾ ഏത് ചാപ്റ്ററിൽ വരുന്നതാണ്? നമ്മളൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മുടെ മൊഡ്യൂളിൽ എവിടെ വരുന്നതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം നമ്മൾ മൊഡ്യൂൾ വെച്ച് നമുക്ക് ഓൾമോസ്റ്റ് മൊത്തം ഒന്ന് കവർ ചെയ്തെടുത്ത് മാത്രമാണ് നമുക്ക് എക്സാമിന് പോവേണ്ടത് അല്ലേ. അപ്പോൾ നമ്മുടെ NCERTയിലെ +1 +2ൻ്റെ ടോപ്പിക്ക് കംപ്ലീറ്റ് നമ്മൾ കെമിസ്ട്രിയുടെയും ഫിസിക്സിൻ്റെയും നമുക്ക് നോക്കേണ്ടതുണ്ട്. അപ്പോൾ കെമിസ്ട്രിയിൽ നിന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ കെമിസ്ട്രിയിലെ സ്ട്രക്ചർ ഓഫ് ആറ്റം നമ്മൾ പഠിച്ചു തുടങ്ങുന്നത് തന്നെ അല്ലേ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ നിന്നാണ്. അപ്പോൾ അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് സന്തോഷമുണ്ട്. അപ്പം നമ്മൾ എല്ലാവരും പഠിച്ചു തുടങ്ങുന്ന സമയത്ത് ഡി ബ്രോഗ്ലിയുടെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു? നമുക്ക് ഡി ബ്രോഗ്ലിയുടെ ഇക്വേഷൻ അറിയാം. എന്തായിരുന്നു? ലാംഡ = h/p എന്നുള്ള ഇക്വേഷൻ നിങ്ങൾക്കറിയാം. അപ്പോൾ ഇവിടെ ലാംഡ = h/p അല്ലെങ്കിൽ h/mv മൊമെന്റം ആണ് P എന്ന് പറയുന്നത്. ആ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ട് നമുക്കിത് ചെയ്യാൻ കഴിയുമോ? ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇതെങ്ങനെയായിരിക്കും? കാരണം ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് 50 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂടി കടന്നു പോകുന്ന ഇലക്ട്രോണിന്റെ ഡി ബ്രോഗ്ലി തരംഗദൈർഘ്യം ആണ് നമുക്ക് കാണേണ്ടത്. അതായത് ലാംഡ തന്നെയാണ് കാണേണ്ടത്. പക്ഷെ നമുക്കിവിടെ 50 വോൾട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനെ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ഒന്ന് നമുക്ക് നോക്കാം. അത് പഠിച്ചു വെച്ചിരിക്കുക. അത് വെച്ച് പ്രോബ്ലംസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ലാംഡ = h/p. ഇതിനെ നമുക്ക് പിക്ക് പകരം നമുക്ക് ലാംഡ = h/√2me എന്ന് എഴുതാം. എനർജി. അപ്പൊ എനർജിക്ക് പകരം നമുക്ക് അറിയാം അല്ലേ, എനർജി എന്ന് പറയുന്നതിന് നമുക്ക് ചാർജ് ഇൻറ്റു വോൾട്ടേജ് എന്ന് എക്സ്പ്രസ് ചെയ്യാം. E = Q × V. അപ്പൊ നമുക്ക് അതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ലാംഡ = h/√2m QV.
ഇനി നമ്മുടെ വോൾട്ടേജ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അതുപോലെ മാസ് ഓഫ് ദ ഇലക്ട്രോൺ, മാസ് ഓഫ് ദ ഇലക്ട്രോൺ എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ. അപ്പൊ നമുക്ക് ആ ഒരു വാല്യൂ അറിഞ്ഞിരിക്കണം, എങ്കിൽ മാത്രമല്ലേ ചെയ്യാൻ കഴിയുള്ളൂ. മാസ് ഓഫ് ദ ഇലക്ട്രോൺ എത്രയാണ്? 9.1 × 10⁻³ കിലോഗ്രാം ആണ്. അതുപോലെ Q അറിയണം, ചാർജ് ഓഫ് ഇലക്ട്രോൺ അറിയണം. ചാർജ് ഓഫ് ഇലക്ട്രോണിന്റെ വാല്യൂ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മൾ പഠിക്കണം. അറിയാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ പല ലെവലിൽ നിന്നോട്ട് പഠിക്കുന്നവരാണല്ലേ, ചിലപ്പോൾ നമ്മുടെ കണക്ഷനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ സിമ്പിളാണെന്ന് വിചാരിക്കരുത്. ഓരോ വാല്യൂസും ഏറ്റവും ബേസിക് തൊട്ട് തന്നെ നമ്മൾ പഠിച്ചു പോവേണ്ടതുണ്ട്. അപ്പോൾ എത്രയാണ് നമ്മുടെ ചാർജ് എന്ന് പറയുന്നത്? 1.6 × 10⁻⁻19. അപ്പൊ അതെല്ലാം ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. H എന്ന് പറയുന്നത് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നമുക്ക് 6.626 പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് 6.626 × 10⁻34 ഡിവൈഡഡ് ബൈ √2 × മാസ് 9.1 × 10⁻31 Q 1.9 × 10⁻19 വോൾട്ടേജ് 50. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1.6 × 10⁻19 × 50 വോൾട്ട്. അപ്പൊ ഇത്രയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1.7 × 10⁻10 മീറ്റർ എന്നാണ്. അപ്പൊ നമുക്കിവിടെ ഓപ്ഷനിൽ തന്നിരിക്കുന്നത് 1.7 × 10⁻10 മീറ്റർ എന്ന ആൻസർ കിട്ടി. അപ്പോൾ നമ്മുടെ ഓപ്ഷനിലേക്ക് നോക്കുക. ഓപ്ഷനിൽ തന്നിരിക്കുന്നത് ആംസ്ട്രങ്ങിലാണ്. അപ്പൊ ഇതിൽ ഏത് വരും? നമുക്കറിയാം 10⁻10 മീറ്റർ എന്ന് പറയുന്നത് 1 ആംസ്ട്രങ് ആണ്. അതുകൊണ്ട് നമുക്ക് ഏതെടുക്കാം? 1.732 ആംസ്ട്രങ്. അതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇത് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ HSA ഫിസിക്കൽ സയൻസിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്, നമ്മളൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്കത് പഠിച്ചു തുടങ്ങിയിട്ടുണ്ടല്ലേ, നമ്മൾ ഏത് മൊഡ്യൂളിൽ വരുന്നതാണ് എന്നൊരു ധാരണ ഉണ്ടാവണം. ഇപ്പൊ നമ്മൾ ഫിസിക്സും കെമിസ്ട്രിയും കൂടെ പഠിക്കുവാണ്. അപ്പോൾ ഫിസിക്സും കെമിസ്ട്രിയും അത്യാവശ്യം NCERTയുടെ +1 +2ന്റെ എല്ലാ ടോപ്പിക്കും തന്നെ നമുക്ക് കവർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾ അപ്രോച്ച് ചെയ്യുമ്പോഴും ആ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മുടെ ഏത് മൊഡ്യൂളിലാണ് വരുന്നതെന്ന് നോക്കി അതുമായി റിലേറ്റ് ചെയ്ത്, ഇപ്പൊ നമ്മളൊരു ഇക്വേഷൻ വെറുതെ കാണാതെ പഠിച്ചു വെച്ചിട്ട് കാര്യമുണ്ടോ? നമ്മൾ അത് എങ്ങനെ അപ്ലൈ ചെയ്യാൻ കഴിയും? ഇപ്പൊ നിങ്ങളൊരു ഇക്വേഷൻ നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് കാണാതെ പഠിക്കുന്നതിന് വരെ നമുക്ക് ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ടൊരു ഇക്വേഷൻ ഒക്കെ ചോദിക്കുന്നുണ്ട് എക്സാമിന്. പക്ഷെ ആ ഒരു ഇക്വേഷൻ കാണാതെ പഠിക്കുന്നതിലും എപ്പോഴും എളുപ്പം ആ ഒരു ഇക്വേഷനെ ബേസ് ചെയ്തുകൊണ്ട് ഏതൊക്കെ രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാം എന്ന രീതിയിലും അതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന മറ്റു ക്വസ്റ്റ്യൻസും കൂടെ കവർ ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മൾ എളുപ്പത്തിൽ തന്നെ ഒരു വൈഡ് ഏരിയ തന്നെ നമുക്ക് കവർ ചെയ്യാനായിട്ട് കഴിയും. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. 50 വോൾട്ട് പൊട്ടൻഷ്യൽ വ്യത്യാസത്തിൽ കൂടി കടന്നു പോകുന്ന ഇലക്ട്രോണിന്റെ ഡി ബ്രോഗ്ലി തരംഗദൈർഘ്യം കാണാനായിട്ടാണ്. ഡി ബ്രോഗ്ലി തരംഗദൈർഘ്യം കാണാനുള്ള ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലെ. ഡി ബ്രോഗ്ലിയുടെ തരംഗദൈർഘ്യത്തിന്റെ പ്രത്യേകത എന്താണ്? ഡ്യുവൽ ക്യാരക്ടറിനെ കുറിച്ച് പറയുന്നതാണ്. അപ്പോൾ ഡ്യുവൽ ക്യാരക്ടറിനെ കുറിച്ച് പറയുമ്പോൾ λ h/p എന്ന് പറയുന്ന ഇക്വേഷൻ നിങ്ങൾക്കറിയാം. അതിൽ ലാംഡ വേവ് ലെങ്ത് എന്ന് പറയുന്നത് അതിന്റെ വേവ് ക്യാരക്ടറും, പി എന്ന് പറയുമ്പോൾ മാസ് ഇൻറ്റു വെലോസിറ്റി, മാസ് എന്ന് പറയുന്നത് പാർട്ടിക്കിൾ ക്യാരക്ടറിനെയും കാണിക്കുന്നതാണ്. അപ്പോൾ λ h/p എന്ന ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആണ്. അപ്പൊ ഡി ബ്രോഗ്ലിയുടെ ഇക്വേഷൻ ചോദിച്ചാൽ നമ്മൾ അത് പറയും. പക്ഷെ നമ്മുടെ ഈ ക്വസ്റ്റ്യനിലേക്ക് നിങ്ങൾ നോക്കിക്കേ, ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാൻ കഴിയത്തില്ല. ഇവിടെ 50 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ ഈ ഇക്വേഷൻ നമുക്ക് എങ്ങനെ മാറ്റാം? λ h/p എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം p നമുക്ക് h/pക്ക് പകരം നമുക്ക് 2me എന്ന് എഴുതാം. 2m ഇൻറ്റു എനർജി എന്ന് എഴുതാം. അപ്പൊ എനർജിയെ നമുക്ക് വോൾട്ടേജിന്റെ റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള ഇക്വേഷൻ ഏതാണ്? നമുക്കറിയാം ചാർജ് ഇൻറ്റു വോൾട്ടേജ് എന്ന് പറയുന്നതാണ് എനർജി എന്ന് പറയുന്നത് അല്ലെ. Q ഇൻറ്റു V ആണ് എനർജി. അപ്പൊ നമുക്കത് ആ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട് ഇവിടെ ചെയ്യാൻ കഴിയും. λ h/√m ഇൻറ്റു Q ഇൻറ്റു V എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ. അപ്പൊ ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെച്ചേക്കണം കേട്ടോ ഇപ്പൊ തന്നെ. λ h/√2m QV എന്ന ഇക്വേഷൻ.
അപ്പോൾ ഈ ഇക്വേഷൻ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് മാസ് ഓഫ് ദി ഇലക്ട്രോൺ അറിയണം. അതെല്ലാവർക്കും അറിയാവുന്നതല്ലേ. മാസ് ഓഫ് ദി ഇലക്ട്രോൺ എന്ന് പറയുന്നത് 9.1 × 10⁻⁻31 കിലോഗ്രാം അല്ലെങ്കിൽ 9.1 × 10⁻⁻27 ഗ്രാം എന്നുള്ള കാര്യം നമുക്കറിയാം. ദെൻ ചാർജ് എത്രയാണ്? 1.6 × 10⁻⁻19 കൂളംബ്. ഇവിടെ വോൾട്ടേജ് തന്നിട്ടുണ്ട്. അതുപോലെ എച്ച് നമുക്കറിയാം, പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് 6.626 × 10⁻⁻34 ജൂൾ സെക്കൻഡ്. അപ്പൊ അതെല്ലാം ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും എച്ച് 6.626 × 10⁻⁻34 ഡിവൈഡഡ് ബൈ 2 × മാസ് ഓഫ് ദ ഇലക്ട്രോൺ 9.1 × 10⁻⁻31 into Q. Charge of the electron 1.6 into 10⁻⁻19 into ഇവിടെ വോൾട്ടേജ് പറഞ്ഞിരിക്കുന്നത് 50 വോൾട്ട് ആണ്. അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിക്കേ. ഇത് നമുക്ക് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന വാല്യൂ 1.732 into 10⁻⁻10 മീറ്റർ എന്നാണ്. അപ്പൊ നമ്മുടെ ഓപ്ഷനിൽ ഇവിടെ ആംസ്ട്രങ്ങിലാണ് കിടക്കുന്നത്. നമുക്കറിയാം 10⁻⁻10 മീറ്റർ എന്ന് പറയുന്നത് 1 ആംസ്ട്രങ് ആണ്. അതുകൊണ്ട് ഇവിടെ നമ്മുടെ ആൻസർ ഏത് വരും? ഓപ്ഷൻ ബി 1.732 ആംസ്ട്രങ്. ഓക്കെ, ഇത് ക്ലിയർ ആണല്ലോ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതാണ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു 100 വാട്ട് ബൾബ് പുറപ്പെടുവിക്കുന്ന ഏകവർണ്ണ പ്രകാശത്തിന്റെ തരംഗദൈർഘ്യം. നമുക്കിവിടെ തരംഗദൈർഘ്യം തന്നിട്ടുണ്ട്, അതായത് ലാംഡ വേവ് ലെങ്ത് തന്നിട്ടുണ്ട്. തരംഗദൈർഘ്യം എന്ന് പറയുന്നത് 400 നാനോമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇവിടെ 1 വാട്ട് ബൾബ് പുറപ്പെടുവിക്കുന്നതിന്റെയാണ്. 100 വാട്ട് ബൾബ് പുറപ്പെടുവിക്കുന്നതിന്റെയാണ്. അപ്പോൾ 100 വാട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? പവർ ആണ് അല്ലേ. അപ്പൊ നമുക്ക് പവർ എന്ന് പറയുന്നത് 100 വാട്ട് എന്ന് തന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താണ്? =100 ജൂൾ പെർ സെക്കൻഡ് എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഇവിടെ എന്നിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ബൾബിന് 1 സെക്കൻഡിൽ പുറന്തള്ളാൻ കഴിയുന്ന ഫോട്ടോണുകളുടെ എണ്ണമാണ്. അപ്പൊ ഇതെങ്ങനെ ചെയ്യും? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ആദ്യം എനർജി കണ്ടുപിടിക്കണം. എന്തിനാ ആദ്യം എനർജി കണ്ടുപിടിക്കുന്നത്? എനർജി കാണാനുള്ള ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. E = hν ആണ്. ന്യൂ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി. അപ്പൊ ഇവിടെ ഫ്രീക്വൻസി തന്നിട്ടില്ല. അതുകൊണ്ട് ന്യൂ = c/λ നമുക്കറിയാം അല്ലെ. ഫ്രീക്വൻസി ന്യൂ = c/λ ആണ്. അപ്പൊ ഈ എനർജി hc/λ ആദ്യം നമ്മൾ കണ്ടുപിടിക്കുക. ഇവിടെ ലാംഡ തന്നിട്ടുണ്ട് 400 നാനോമീറ്റർ. 400 നാനോമീറ്റർ എന്ന് പറയുന്നതിന് നമ്മൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 400 × 10⁻⁻9 എന്ന് കൺവേർട്ട് ചെയ്യുക. സി നമുക്കറിയാം, വെലോസിറ്റി ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. എച്ച് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് 6.626 × 10⁻⁻34. അതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എനർജി നമ്മൾ കാണുക. എനർജി കാണുമ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. E = 6.626 × 10⁻⁻34 into 3 × 10⁸ ഡിവൈഡഡ് ബൈ ലാംഡ നമുക്ക് തന്നിരിക്കുന്നത് 400 × 10⁻⁹. അപ്പൊ ഇതെല്ലാം നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഒരു വാല്യൂ കിട്ടും. അപ്പൊ നമുക്ക് കിട്ടുന്നത് എനർജിയാണ് അല്ലേ. അപ്പൊ നമുക്ക് എനർജിയും പവറും തമ്മിലുള്ള റിലേഷൻ അറിയണം. എനർജിയും പവറും തമ്മിലുള്ള റിലേഷൻ എന്താണ്? അതായത് നമ്പർ ഓഫ് ഫോട്ടോൺസ് ആണ് നമുക്കിവിടെ കാണാൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ. നമ്പർ ഓഫ് ഫോട്ടോൺസ് എനർജി ആണ്. നമ്പർ ഓഫ് ഫോട്ടോൺസ് എന്ന് പറയുന്നതിൻ്റെ ഇൻറ്റു എനർജി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പവർ കിട്ടും. അപ്പോൾ അതിൽ നിന്നും നമുക്ക് നമ്പർ ഓഫ് ഫോട്ടോൺസ് കാണാനായിട്ട് നമുക്ക് പവർ തന്നിട്ടുണ്ട് 100. പവർ ബൈ എന്ത് ചെയ്താൽ മതി? എനർജി ചെയ്താൽ മതി അല്ലേ. പവർ ബൈ എനർജി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നും നമ്പർ ഓഫ് ഫോട്ടോൺസ് കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്യാനായിട്ട് പവർ നമുക്ക് 100 എന്ന് കിട്ടിയിട്ടുണ്ട്. 100 ഡിവൈഡഡ് ബൈ ഇതെല്ലാം വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഏകദേശം 4 ×
10⁻4 something into 10⁻⁻19 കിട്ടും. അപ്പൊ 100/4 എന്ന് പറയുന്നത് 20 റേഞ്ചിൽ വരും. അപ്പൊ നമുക്ക് ഇവിടെ ഓപ്ഷനിൽ നിന്ന് നോക്കിയാൽ മനസ്സിലാവും 20 into 10⁻19 ഇത് മുകളിലേക്ക് പോകുമ്പോൾ എന്ന് പറയുന്നത് എന്താണ് 2.012 into 10⁻20 (2⁻1). ക്ലിയർ ആയല്ലോ. അപ്പൊ ഇവിടെ നമുക്ക് നമ്പർ ഓഫ് ഫോട്ടോൺസ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം അല്ലെ. നമ്പർ ഓഫ് ഫോട്ടോൺസ് ഇൻറ്റു എനർജി പെർ സെക്കൻഡ് എന്ന് പറയുന്നതാണ് പവർ. അപ്പൊ അതിൽ നിന്നാണ് നമ്മൾ എന്ത് കണ്ടുപിടിച്ചിരിക്കുന്നത്, നമ്പർ ഓഫ് ഫോട്ടോൺസ് കിട്ടാനായിട്ട് പവർ ബൈ എനർജി ചെയ്തപ്പോഴാണ് നമ്മുടെ ഓപ്ഷൻ സി 2.012 into 10⁻20 അത്രയും ഫോട്ടോൺസ് ആണ് ഒരു സെക്കൻഡില് ഒരു 100 വാട്ട് ബൾബ്. അതിന്റെ വേവ് ലെങ്ത് കൊടുത്തിരിക്കുന്നത് 400 നാനോമീറ്റർ ആണ്. അപ്പൊ ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. അപ്പൊ എല്ലാവരും ചെയ്തല്ലോ എൻ്റെ ഒപ്പം തന്നെ, എല്ലാവർക്കും കിട്ടിയില്ലേ ഇതേ ആൻസർ തന്നെ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ക്വാണ്ടം മെക്കാനിക്സ് നമുക്ക് പഠിക്കണം. അപ്പൊ നമ്മുടെ ഒരു എളുപ്പം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് ഫിസിക്സിലും കെമിസ്ട്രിയിലും പഠിക്കേണ്ടതാണ്. അപ്പോൾ അത് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് അത് ഒന്ന് ക്ലബ് ചെയ്തുകൊണ്ട് രണ്ടും കൂടെ, അതായത് ഫിസിക്സ് മെയിൻ എടുത്തവർക്ക് അത് എളുപ്പമായിരിക്കും അല്ലേ, കുറച്ചുകൂടെ പഠിക്കാനായിട്ട്. കെമിസ്ട്രി എടുത്തവർക്ക് അപ്പോൾ രണ്ട് രീതിയിലും ക്വാണ്ടം മെക്കാനിക്സ് ഫിസിക്സിന്റെ രീതിയിലും കെമിസ്ട്രിയുടെ രീതിയിലും എങ്ങനെയാണെന്ന് നോക്കി രണ്ടും കൂടെ ഇക്വേഷൻസ് ഒക്കെ നമുക്കൊന്ന് ക്ലബ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അപ്പോൾ ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, ലാസ്റ്റ് HSAക്ക് ചോദിച്ചതാണ്. ജസ്റ്റ് നമ്മുടെ ഇക്വേഷൻ മാത്രം പറയാനായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് സ്ട്രോഡിഞ്ചർ സമവാക്യം അനുസരിച്ച്, സ്ട്രോഡിഞ്ചറിന്റെ ഇക്വേഷൻ നമുക്കറിയാം. അപ്പോൾ സ്ട്രോഡിഞ്ചറിന്റെ ഇക്വേഷൻ അനുസരിച്ചിട്ട് ഒരു ബോക്സിലെ കണിക, അപ്പൊ ഇവിടെ നമ്മൾ മലയാളത്തിലായതുകൊണ്ടാണ് ഒരു പെട്ടിയിലെ നമ്മൾ പാർട്ടിക്കിളിൻ ബോക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ പാർട്ടിക്കിളിനെ ബോക്സ്, അതിന്റെ എനർജിയുടെ ഊർജത്തിന്റെ സമവാക്യമാണ് ചോദിച്ചിരിക്കുന്നത്. എനർജിയുടെ സമവാക്യമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇത് ഇക്വേഷൻ കാണുമ്പോൾ തന്നെ ഓരോ ഓപ്ഷൻസ് നോക്കിക്കേ, നമുക്കത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടും അല്ലേ, നമ്മൾ കുറേ പഠിച്ചിട്ടുള്ളത് കൊണ്ട്. അപ്പൊ നോക്കിക്കേ, ഓപ്ഷൻ എയിൽ പറഞ്ഞിരിക്കുന്നത് n² mh²/8l². അപ്പൊ ഇതിൽ ഏതാണ് En = n²/8m h²l²? അതുമല്ല. അപ്പൊ നമുക്ക് ഓരോ ഓപ്ഷൻസിലും നോക്കാം. ഇതാണോ En = n²mh²/8l²? അല്ല. എനർജിയും ഇവിടെ n എന്ന് പറയുന്നത് നമുക്കറിയാം ഓരോ എനർജി ലെവൽസ് ആണ്. പൈ ഓർബിറ്റൽ ആണ്. നമ്മൾ ആ ഒരു റെപ്രസെന്റേഷൻ വെച്ചിട്ടാണ് n = 1 2 3 4 എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ എനർജി ലെവൽസിലുള്ള ഇലക്ട്രോൺ. അപ്പോൾ n²h²/8ml² എന്നുള്ളതാണ് അല്ലെ എനർജിയുടെ ഇക്വേഷൻ. n²h²/8ml². അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല രീതിയിൽ ഡീജനറസി കാണിക്കാനൊക്കെ ആയിട്ട് നമ്മൾ ആ ഒരു ലെവലിലൊക്കെയുള്ള ക്വസ്റ്റ്യനും കൂടെ നോക്കി വെക്കണം കേട്ടോ. ഡീജനറസി പറയാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. എന്നിന് ഡിഫറെന്റ് വാല്യൂസ് കൊടുത്തുകൊണ്ട് ഇത് ഏത് ഡീജനറേറ്റ് ആണ് എന്നൊക്കെയുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാം. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ ഇക്വേഷൻ കൈ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈ ഇക്വേഷൻ വെച്ചിട്ട് ഇനി എങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം എന്ന സാധ്യത കൂടി നോക്കിക്കൊണ്ട് പഠിക്കുക. അപ്പൊ En = n²h²/8ml² എന്ന് പറയുന്നതാണ് നമ്മുടെ സ്ട്രോഡിഞ്ചർ സമവാക്യം അനുസരിച്ചിട്ട് ഒരു പെട്ടിയിലെ പാർട്ടിക്കിളിന്റെ ഊർജത്തിന്റെ സമവാക്യം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് നമ്മുടെ കെമിസ്ട്രിയുടെ ഏത് PSC എക്സാംസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഒരു ഒഴിച്ചുകൂടാനാവാത്തൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇക്വിലിബ്രിയത്തിൽ നിന്ന് ചോദിക്കും അല്ലെ, സോലിബിലിറ്റി പ്രോഡക്റ്റ് കാണാനായിട്ട്. അപ്പൊ സോലിബിലിറ്റിയെയും സോലിബിലിറ്റി പ്രോഡക്റ്റിനെയും കണക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ അത് പല രീതിയിൽ നമുക്ക് ചോദിക്കാം. വാല്യൂസ് തന്നിട്ട് ന്യൂമറിക്കൽസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന രൂപത്തിൽ ചോദിക്കാം. ഇതുപോലെ നമുക്ക് ഓരോ സോൾട്ട് തന്നിട്ട് അതിന്റെ സോലിബിലിറ്റി പ്രോഡക്റ്റ് എങ്ങനെയാണ് എന്ന രീതിയിലും ചോദിക്കാം. അപ്പോൾ ആ ഇക്വേഷൻ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ രണ്ട് ക്വസ്റ്റ്യൻസ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് AgClന്റെ സോലിബിലിറ്റി എക്സ് ആണെങ്കിൽ, ഇവിടെ എക്സ് ആണെങ്കിൽ സോലിബിലിറ്റി പ്രോഡക്റ്റ് എന്ത് വരുമെന്നാണ്. അപ്പൊ AgCl എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്, ഒരു AB ടൈപ്പ് ആണ് അല്ലേ, AB ടൈപ്പ് സോൾട്ട് ആണ്. അതെങ്ങനെയാണ് AgCl ഡിസോസിയേറ്റ് ചെയ്യുന്നത്? Ag പ്ലസ് Cl- ആയിട്ടാണ് അത് ഡിസോസിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ KSP എന്ന് പറയുന്നത് നമുക്കറിയാം കോൺസെൻട്രേഷൻ ഓഫ് Ag+ × Cl-. അപ്പൊ നമുക്ക് SS
അല്ലേ? അപ്പൊ നമുക്ക് ഇവിടുത്തെ KSP എന്ന് പറയുന്നത്, ഇവിടെ നമുക്ക് X എന്ന് പറഞ്ഞിട്ടുണ്ട്, സോലുബിലിറ്റിയുടെ വാല്യൂ X എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് KSP ഈക്വൽ ടു, ഇവിടെ നമുക്ക് സോലുബിലിറ്റിയുടെ വാല്യൂ X എന്ന് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് KSP ഈക്വൽ ടു X² എന്ന് കിട്ടും. കണ്ടോ സോലുബിലിറ്റി. അപ്പൊ ഈ ഒരു KSP തന്നിട്ട് നമുക്ക് ചിലപ്പോൾ സോലുബിലിറ്റി പ്രോഡക്റ്റ് തന്നിട്ട് സോലുബിലിറ്റി കാണാനുള്ള രീതിയിലും ക്വസ്റ്റ്യൻസ് വരാം. അപ്പൊ നമുക്ക് X ഈക്വൽ ടു റൂട്ട് KSP. തിരിച്ചും ക്വസ്റ്റ്യൻസ് രണ്ട് രീതിയിലും ചോദിക്കാം. അപ്പൊ ഇവിടെ ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ എ ആണല്ലേ, X² ആണ് വന്നിരിക്കുന്നത്. അപ്പൊ AB ടൈപ്പ്, AGCL അല്ല, ഏതൊരു AB ടൈപ്പ് ആണെങ്കിലും KSPയും സോലുബിലിറ്റിയും തമ്മിൽ, സോലുബിലിറ്റി X ആണെങ്കിൽ KSPയും സോലുബിലിറ്റിയും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് KSP ഈക്വൽ ടു X² എന്നാണ്. അപ്പൊ ഏത് ടൈപ്പ് സോൾട്ട് ആണെന്ന് നോക്കിയിട്ട് വേണം നിങ്ങൾ ആൻസർ ചെയ്യാനായിട്ട് കേട്ടോ. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ, ഇതും റിപ്പീറ്റ് ചെയ്ത് പല എക്സാംസിന്. അപ്പൊ നിങ്ങളിപ്പോ പ്രീവിയസ് ഇയർ പാടെ ഉപേക്ഷിക്കാനല്ല കേട്ടോ പറഞ്ഞിരിക്കുന്നത്. അതായത് പ്രീവിയസ് ഇയർ നിങ്ങൾ നോക്കണം. ഇപ്പം റീസെന്റ് ഒരുപാട് കെമിസ്ട്രി എക്സാംസ്, കെമിസ്ട്രിയുടെയും ഫിസിക്സിന്റെയും ഒക്കെ ഒത്തിരി എക്സാംസ്, കെമിസ്ട്രി ആൻഡ് ഫിസിക്സ് ബേസ്ഡ് ക്വാളിഫിക്കേഷൻ വരുന്ന ഒത്തിരി എക്സാംസ് ഉണ്ട്. അപ്പൊ റീസെന്റ് നടന്ന പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ വെച്ച് വേണം നമുക്ക് പഠിക്കേണ്ടത്. അപ്പൊ അതിലൊക്കെ ഏത് ലെവലിൽ വരെയും നമ്മൾ NCERTയുടെ ക്വസ്റ്റ്യൻസ്, NCERT ടെക്സ്റ്റിൽ വരുന്ന ആ ഒരു പോർഷൻസ് എല്ലാം കവർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഏറ്റവും ഹയർ ലെവലിൽ എങ്ങനെയൊക്കെ ചോദിക്കാം എന്ന രീതിയിൽ, അതാണ് റാങ്ക് മേക്കിങ്ങിലേക്ക് പോകുന്ന ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ മിക്കവാറും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ്. അപ്പൊ ഇതിന്റെ ഒന്നും മാർക്ക് ഒരിക്കലും നമുക്ക് നഷ്ടപ്പെടാനും പാടില്ല. അപ്പൊ നോക്കിക്കേ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് Ag2SO4ന്റെ സോലുബിലിറ്റി X ആണെങ്കിൽ, ഇതും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, സോലുബിലിറ്റി പ്രോഡക്റ്റ് കാണാനായിട്ടാണ്. അപ്പൊ Ag2SO4 എന്ന് പറയുന്നത് ഏത് ടൈപ്പ് സോൾട്ട് ആണ്? ഒരു AB2 ടൈപ്പ് സോൾട്ട് ആണെന്ന് പറയാം. AB2 ടൈപ്പ് സോൾട്ട് എന്ന് പറയുമ്പോൾ അതെങ്ങനെ ഡിസോസിയേറ്റ് ചെയ്യുന്നേ? Ag2SO4 ഡിസോസിയേറ്റ് ചെയ്യുന്ന നമുക്കറിയാം 2Ag പ്ലസ് SO4 2- ആയിട്ടാണ് അല്ലെ ഡിസോസിയേറ്റ് ചെയ്യുന്നത്. 2Ag പ്ലസ് SO4 2- ആയിട്ടാണ് Ag2SO4 ഡിസോസിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതൊരു A2B ടൈപ്പ് ഒരു സോൾട്ട് ആണെന്ന് നമുക്ക് പറയാം. അപ്പൊ ഇതിന്റെ സോലുബിലിറ്റി പ്രോഡക്റ്റ് ഇവിടെ നമുക്ക് X എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ KSP എടുക്കുമ്പോഴത്തേക്ക് KSP ഈക്വൽ ടു, നമുക്കിവിടെ X രണ്ടെണ്ണം ഉണ്ട്, 2Ag പ്ലസ് ഉള്ളത് കൊണ്ട് നമുക്ക് 2X². ഇപ്പൊ KSP ഈക്വൽ ടു, നമുക്കിവിടെ 2Ag പ്ലസ് ഉള്ളത് കൊണ്ട് KSP ഈക്വൽ ടു 2X² എന്നെടുക്കണം. ഇവിടെ SO4ൻ്റെത് X. അപ്പൊ നമുക്ക് എങ്ങനെ വരും? 2X² എന്ന് പറയുമ്പോഴത്തേക്ക് 2X² അല്ലേ, അതുകൊണ്ട് 4X² ഇൻറ്റു X എന്ന് പറഞ്ഞാൽ എന്താണ്? 4X³ എന്ന് വരും അല്ലേ, 4X³. അപ്പൊ ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ ഡി. കണ്ടോ KSP. ഇപ്പൊ Ag2SO4ന്റെ സോലുബിലിറ്റി X ആണെങ്കിൽ അതിന്റെ സോലുബിലിറ്റി പ്രോഡക്റ്റ് വന്നിരിക്കുന്നത് 4X³ ആണ്. അപ്പൊ ഇനി ഇതുപോലെ നിങ്ങൾക്ക് ഒരു AB3 ടൈപ്പ് സോൾട്ട് ആണെങ്കിൽ തന്നിരിക്കുന്നെങ്കിൽ നിങ്ങൾ എങ്ങനെ എഴുതും? AB3 ടൈപ്പ് ആവുമ്പോഴത്തേക്ക് പഠിച്ചല്ലോ നിങ്ങൾ, X ഇൻറ്റു ഇവിടെ B3 അല്ലേ. അപ്പൊ നമുക്ക് അതിൻ്റെത് 3X³ എന്ന് എടുക്കണം. 3X³ എന്ന് എടുക്കുമ്പോൾ നമുക്ക് X ഇൻറ്റു 3യുടെ ക്യൂബ് 27X³ എന്ന് വരും. എന്ന് പറയുമ്പോൾ 27X⁴. അപ്പൊ ഈ ഒരു രീതി അറിഞ്ഞു കഴിഞ്ഞാൽ ഏത് ടൈപ്പ് ഓഫ് സോൾട്ടിന്റെ സോലുബിലിറ്റി തന്നിട്ട് സോലുബിലിറ്റി പ്രോഡക്റ്റ് കാണാനായിട്ട് നിങ്ങൾക്ക് ന്യൂമറിക്കൽസ് തന്നിട്ട് ചോദിച്ചാലും അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയും. ഓക്കെ, നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണെന്ന് മാത്രമല്ല, ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒഴിച്ചുകൂടാനാത്ത, കെമിസ്ട്രിയുടെ ഏത് എക്സാം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും ഹൈബ്രിഡൈസേഷൻ്റെ. അപ്പോൾ ഹൈബ്രിഡൈസേഷൻ കാണാനായിട്ട് നമ്മൾ എപ്പോഴും പഠിച്ചു വെക്കേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ എന്താണ് മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉള്ളത് കൊണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. മാച്ച് ദ ഫോളോയിങ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ടേബിൾ തന്നിട്ട്
പല രീതിയിൽ മാച്ച് ചെയ്യാനായിട്ട് ചോദിക്കാം അല്ലേ? നമുക്ക് 3 ടേബിളായിട്ട് തന്നിട്ട് നമ്മുടെ മോളിക്യൂൾസ് ഇവിടെ കൊടുക്കാം. ഇപ്പൊ XeF2, XeF4, ഇപ്പൊ ഇവിടെ SF4, അങ്ങനെയൊക്കെ കൊടുത്തിട്ട് നമുക്ക് ഇവിടെ അതിന്റെ എന്ത് കൊടുക്കാം? ഹൈബ്രിഡൈസേഷൻ കൊടുക്കാം. SP, sp3d2, sp3d എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ട് ഇവിടെ അതിന്റെ ജോമെട്രി കൊടുക്കാം. ലീനിയർ, ഈസോ, പ്ലാനാർ, സ്ക്വയർ പ്ലാനാർ, ABC എന്നിട്ട് മാച്ച് ചെയ്യാനൊക്കെയുള്ള രീതിയിൽ ചോദിക്കാം. അപ്പൊ നമുക്ക് ഈ ഒരു ഹൈബ്രിഡൈസേഷൻ അറിയത്തില്ലെങ്കിൽ നമ്മുടെ ഒരു മാർക്ക് അങ്ങ് പോകത്തില്ലേ? പക്ഷെ ഇതിന്റെ എല്ലാത്തിൻ്റെയും നമുക്ക് പഠിച്ചും വെക്കേണ്ടതുണ്ട്. അപ്പൊ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ഒഴിച്ചുകൂടാനാവാത്തതാണ്. അപ്പോൾ ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഹൈബ്രിഡൈസേഷൻ കാണേണ്ടതെന്നുള്ളത്. അപ്പോൾ ഹൈബ്രിഡൈസേഷൻ ഒരു മസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് അതൊരിക്കലും സ്കിപ്പ് ചെയ്യരുത്, വെറുതെ നമ്മുടെ മാർക്ക് പോകാനായിട്ട് ഇടവരരുത് കേട്ടോ. അപ്പോൾ ഇവിടെ XeF2 എന്ന സംയുക്തത്തില് Xe-യുടെ ഹൈബ്രിഡൈസേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം സിനോൺ അല്ലേ? സിനോൺ എന്ന് പറയുന്നത് 18ാമത്തെ ഗ്രൂപ്പിൽ വരുന്ന ആളാണ്. 18ാമത്തെ ഗ്രൂപ്പിൽ വരുന്നത് കൊണ്ട് തന്നെ അവിടെ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസിന്റെ എണ്ണം എത്രയാണ്? അവിടെ വാലൻസ് ഇലക്ട്രോൺസിന്റെ എണ്ണം 8 ഇലക്ട്രോൺസ് ആണ്. അപ്പൊ ആ 8 ഇലക്ട്രോൺസിൽ നമ്മൾ നോക്കേണ്ട എങ്ങനെയാണ്? അവിടുത്തെ എത്ര ബോൺ പെയർ ഉണ്ട്? 8 ഇലക്ട്രോൺസ് ഉള്ളതിൽ അവിടെ ബോൺ പെയർ വന്നിരിക്കുന്നത് 2 ആണല്ലേ? അപ്പൊ ഇനി ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് കാണാനായിട്ട് അവിടെ മൊത്തം 8 ഇലക്ട്രോൺസ് ഉണ്ടായിരുന്നു. ആ 8 ഇലക്ട്രോൺസ് ഉള്ളതിൽ 2 പേരാണ് ബോണ്ടിങ്ങിൽ പങ്കെടുത്തത്. അപ്പൊ ഇനി അവിടെ ബോണ്ടിങ്ങിൽ പങ്കെടുക്കാൻ നിൽക്കുന്ന എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? അവിടെ ഇനി ബോണ്ടിങ്ങിൽ പങ്കെടുക്കാൻ നിൽക്കുന്ന 6 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ ആ 6 ഇലക്ട്രോൺസ് എന്ന് പറയുമ്പോൾ അവിടെ എത്ര ലോൺ പെയർ ഉണ്ട്? പേര് പറയുമ്പോൾ അവിടെ 3, 6 ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ അവിടെ ലോൺ പെയർ എത്രയാണ്? 3 ലോൺ പെയേഴ്സ് ഉണ്ട്. ക്ലിയർ? അപ്പൊ അവിടെ ലോൺ പെയർ 3 എണ്ണവും അവിടുത്തെ ബോൺ പെയർ വന്നിരിക്കുന്ന എത്രയാണ്? ബോൺ പെയർ വന്നിരിക്കുന്നത് 2 ആണ്. അപ്പൊ ഇവിടെ H കാണാനായിട്ട് ബോൺ പെയറും ലോൺ പെയറും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 5 വന്നു. അപ്പൊ 5 വരുമ്പോൾ ഏതാണ് ഹൈബ്രിഡൈസേഷൻ? sp3 ആയപ്പോഴത്തേക്ക് 4 ആയിട്ടുള്ളൂ അല്ലെ? sp3 വന്നപ്പോൾ 4 ആയിട്ടുള്ളൂ. അപ്പൊ ഡിയും കൂടെ വരുമ്പോഴോ sp3d, sp3d വന്നപ്പോൾ 5 വന്നു. അപ്പൊ ഏതാണ്? XeF2 എന്ന സംയുക്തത്തില് Xe-യുടെ ഹൈബ്രിഡൈസേഷൻ വരുന്നത് ഓപ്ഷൻ സി ആണ്, sp3d ആണ്. ഇനി ഇതിന്റെ ഷേപ്പ് ചോദിച്ചാലും നമുക്ക് VSEPR തിയറി അനുസരിച്ചിട്ട് നമുക്കറിയാം അല്ലേ? ഇവിടെ ലോൺ പെയർ റിപ്പൽഷൻ ഉണ്ട്, ലോൺ പെയർ ബോൺ പെയർ റിപ്പൽഷൻ ഉണ്ട്. അപ്പൊ അതൊക്കെ ഒഴിവാക്കാനായിട്ട് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറിലേക്ക്, ജോമെട്രിയിലേക്ക് അത് പോകും. നമ്മൾ sp3d ആവുമ്പോൾ നോർമൽ കേസിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഷേപ്പ് ഉണ്ട്. ഏതാണ്? നോർമൽ കേസിൽ നമ്മൾ ട്രയഗണൽ പിരമിഡൽ ഷേപ്പ് ആയിരിക്കും എന്നൊക്കെ വിചാരിക്കും. അപ്പൊ ഇതിന്റെ XeF2ന്റെ സ്ട്രക്ചർ ചോദിച്ചു കഴിഞ്ഞാൽ അത് ലീനിയർ ആണ് എന്നതും നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി ഇവിടെ വേറെ എക്സാമ്പിൾ നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന XeF4ന്റെ ചോദിച്ചു കഴിഞ്ഞാലോ? XeF4ന്റെ ഹൈബ്രിഡൈസേഷൻ ആണ് നമുക്ക് ചോദിക്കുന്നതെങ്കിൽ ഇതുപോലെ തന്നെ നിങ്ങൾ നോക്കുക. XeF4 എന്ന് പറയുമ്പോൾ അവിടെ ബോൺ പെയർ വന്നിരിക്കുന്നത് 4 ആണ് അല്ലേ? ലോൺ പെയറോ? അപ്പോൾ 4, ആകെ 8 ഇലക്ട്രോൺസ് ഉള്ളതിൽ 4 എണ്ണം അവിടെ ബോൺ പെയർ ഫോം ചെയ്തു. ഇനി അവിടെ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 4 ഇലക്ട്രോൺസ് മാറി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ലോൺ പെയർ അവിടെ 2 ആണ് അല്ലേ? ലോൺ പെയർ അവിടെ കണ്ടോ 2 എന്ന് പറയുമ്പോൾ 4 + 2 6 ആണ്. H = 6 വന്നു. H = 6 എന്ന് പറയുമ്പോൾ ഏത് വരും? sp3d2 എന്ന് വരും. sp3d2 സ്ക്വയർ പ്ലാനാർ സ്ട്രക്ചർ വരും. ഇനി SF4ന്റെ അതുപോലെ ഒന്ന് നോക്കിക്കേ. SF4ൻ്റെത് സൾഫർ വരുന്നത് 16th ഗ്രൂപ്പിലാണ് അല്ലേ? 16th ഗ്രൂപ്പിൽ വരുമ്പോഴത്തേക്ക് അവിടെ 6 ഇലക്ട്രോൺസ് ആണ്, ബാലൻസ് ഇലക്ട്രോൺസ് ആയിട്ടുള്ളത് 6 ഇലക്ട്രോൺസ് ആണ്. ആ ഔട്ട് ഓഫ് 6 ഇലക്ട്രോൺസിൽ എത്ര ബോൺ പെയർ ഉണ്ട്? ബോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് വരുന്നത് SF4 ആണ് അല്ലേ? സെൻട്രൽ ആറ്റം സൾഫറിന് ചുറ്റിനും 4 ഫ്ലൂറിൻ ആറ്റംസ് വരുന്നുണ്ട്. അപ്പൊ അവിടെ ബോൺ പെയർ വരുന്നത് 4 ആണ്. ലോൺ പെയറോ? അവിടെ മൊത്തം 6 ഇലക്ട്രോൺസ് ഉള്ളതിൽ 4 പേരാണ് ബോണ്ടിങ്ങിൽ പോയിരിക്കുന്നത്. അപ്പൊ ഇനി 2 ഇലക്ട്രോൺസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ ലോൺ പെയർ വരുന്നത് 1. അപ്പൊ ലോൺ പെയർ അവിടെ 1 എന്ന് പറയുമ്പോൾ അവിടെ H = 5 വന്നു അല്ലേ?
H=5 വന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഹൈബ്രിഡൈസേഷൻ വരുന്നത് sp3d ഹൈബ്രിഡൈസേഷൻ ആണ്. SF4ന്റെ സ്ട്രക്ചറും ചോദിക്കാം. SF4ന്റെ സ്ട്രക്ചറും നിങ്ങൾ പഠിച്ചു വെക്കുക. സീസോ സ്ട്രക്ചർ എന്നാണ് നമ്മൾ അതിന് പറയുന്നത് കേട്ടോ. സീസോ എന്നാണ് പറയുന്നത്. അപ്പോൾ sp3d ആണ് അതിൻ്റെ ഹൈബ്രിഡൈസേഷൻ. അപ്പോൾ ഇതുപോലെ ഏതിൻ്റെ ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഹൈബ്രിഡൈസേഷൻ, അപ്പോൾ ചാർജ് ഉള്ളതിൻ്റെ ഉണ്ട്, അതിന് വേറെ ഇക്വേഷനാണ്. അപ്പോൾ നമ്മളോരോ ട്രിക്ക് വെച്ചിട്ട് അത് പഠിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ക്വസ്റ്റ്യൻസ് നമ്മൾ നമ്മുടെ ലൈവ് ക്ലാസ്സിലും വീഡിയോ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനിയും നമുക്ക് സമയമില്ല, ഇപ്പോൾ തന്നെ നമ്മൾ പഠിച്ചു തുടങ്ങി. എല്ലാവരും ആ ഒരു എക്സാമിൻ്റെ വളരെ ഗൗരവത്തോടു കൂടി തന്നെ ഓരോരുത്തരും എക്സാമിനെ സമീപിച്ചിരിക്കുകയാണ്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ 8 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഈ ഒരു എക്സാം കിട്ടിയിരിക്കുന്നത് നമ്മുടെ കയ്യിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊരിക്കലും മിസ്സാക്കി കളയാനായിട്ട് കഴിയുകയില്ല. അതുകൊണ്ട് ഉടനെ തന്നെ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്തുകൊണ്ട് തന്നെ പഠിക്കുക. അങ്ങനെ കൃത്യമായ ഒരു രീതിയിൽ എക്സാം കുറേ മോക്ക് ടെസ്റ്റുകളൊക്കെ എഴുതി പഠിച്ചു പോയാൽ മാത്രമേ നമുക്ക് നമ്മുടെ ഈ ഒരു സ്വപ്ന ജോലി കരസ്ഥമാക്കാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ ഇതുപോലെയുള്ള കൂടുതൽ ഇൻഫർമേഷൻസിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.